എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് അടുക്കളത്തോട്ടത്തിലെ ഏറ്റവും പ്രധാനിയായ പയർ കൃഷിയെക്കുറിച്ചാണ്. വിത്ത് നടുന്നത് മുതൽ മാസങ്ങളോളം എങ്ങനെ വിളവെടുക്കാമെന്നും ഇതിന് നൽകേണ്ട ജൈവവളങ്ങളെക്കുറിച്ചും ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം. ഈ ഒരു വീഡിയോയിലൂടെ കുറ്റിപ്പയറും വള്ളിപ്പയർ കൃഷിയും കാണിക്കുന്നുണ്ട്. ഏത് കൃഷിയുടെയും വിജയം നല്ല വിത്തിലാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ കാണുന്ന ബ്രൗൺ നിറത്തിലുള്ള മണിപ്പയർ ഇനമാണ്. ഇവയ്ക്ക് രോഗപ്രതിരോധ ശേഷി കൂടുതലാണ്. കുറ്റിപ്പയറിൻ്റെ വിത്ത് പാകുന്നതിന് മുമ്പ് ഒരു 6 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർക്കണം. മുള വേഗത്തിൽ വളരാൻ ഇത് സഹായിക്കും. ഈ വിത്തുകൾ ഞാൻ തലേദിവസത്തിലെ കഞ്ഞിവെള്ളത്തിലാണ് കുതിർക്കാൻ ഇട്ടിരിക്കുന്നത്. കഞ്ഞിവെള്ളത്തിൽ അല്ലെങ്കിൽ അല്പം സ്യൂഡോമോണസ് കലക്കി വെള്ളത്തിൽ കുതിർത്തിട്ട് പാകുകയാണെങ്കിൽ വേരുചീയൽ പോലുള്ള അസുഖങ്ങൾ നമുക്ക് തുടക്കത്തിലേ തടയാം. നമ്മൾ ഈ വിത്ത് എല്ലാം മണ്ണിൽ പാകി കൊടുത്തിട്ടുണ്ട്. അല്പം വെള്ളവും കൂടി തളിച്ചു കൊടുത്തു. ഇപ്പോൾ ഏകദേശം 7 ദിവസമായി നമ്മുടെ കുറ്റിപ്പയർ വിത്തുകളെല്ലാം മുളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരിട്ട് മണ്ണിലേക്കോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലേക്കോ ബക്കറ്റിലേക്കോ ഒക്കെ നട്ടു കൊടുക്കാവുന്നതാണ്. ആദ്യം ഞാൻ ബക്കറ്റിൽ നടുന്നത് കാണിക്കാം. ബക്കറ്റിൻ്റെ പകുതി ഭാഗം ഞാൻ കരിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി നമ്മുടെ പറമ്പിൽ പുല്ലും പച്ചിലകളും നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇത് പിന്നീട് നല്ല വളമായിട്ട് ഇതിന് തന്നെ കിട്ടുകയും ചെയ്യും. ഈ കാണുന്നത് വീട്ടിൽ തയ്യാറാക്കിയ കിച്ചൺ കമ്പോസ്റ്റാണ്. കമ്പോസ്റ്റും മണ്ണും കൂടി തുല്യ അളവിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. യാതൊരു ബാഡ് സ്മെല്ലും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ കിച്ചൺ കമ്പോസ്റ്റ് തയ്യാറാക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ട വീഡിയോയാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും സജഷനായിട്ട് എൻ്റെ സ്ക്രീനിലും കൊടുത്തേക്കാം. ഈ കമ്പോസ്റ്റിന് പകരം ചാണകപ്പൊടി വേണമെങ്കിലും എടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ചിരട്ട വേപ്പിൻ പിണ്ണാക്ക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേപ്പിൻ പിണ്ണാക്കിന് പകരമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന പച്ചിലകളുടെ കൂടത്തിൽ ശീമക്കൊന്നയുടെ ഇലയോ കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ ഇലയോ ഒക്കെ ചേർത്ത് കൊടുത്താലും മതിയാകും. അതുപോലെ നിങ്ങളുടെ കൈവശം എല്ലുപൊടി ഉണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഞാൻ കിച്ചൺ കമ്പോസ്റ്റും മണ്ണും വേപ്പിൻ പിണ്ണാക്കും കൂടി മിക്സാക്കിയത് ഇട്ട് കൊടുത്തു. അതിനുശേഷം ഇതിലേക്ക് തൈകൾ നട്ടു കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം മാറ്റി വെക്കാം. ഇനി നമുക്ക് കുറ്റിപ്പയർ മണ്ണിൽ നടാൻ പോകുന്ന ഭാഗം ഒന്ന് തയ്യാറാക്കാം. നമ്മൾ ആദ്യമായാണ് ഈ സ്ഥലത്ത് കൃഷി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മണ്ണ് അല്പം കട്ടിയുള്ളതാണ്. ഈ കട്ടി മാറ്റാനായിട്ട് മണ്ണ് നന്നായി കൊത്തിയിളക്കി കൊടുക്കണം. എങ്കിൽ മാത്രമേ ചെടികളുടെ വേരുകൾ മണ്ണിലേക്ക് ആഴത്തിൽ ഇറങ്ങുകയുള്ളൂ. ഇവിടെ ഞാൻ കൊത്തി ഇളക്കിയതിന് ശേഷം 8 ചെറിയ കുഴികൾ എടുത്തിട്ടുണ്ട്. മണ്ണ് കട്ടിയുള്ളത് കൊണ്ട് നേരിട്ട് നടുന്നതിന് പകരം, അതായത് ചെടികൾക്ക് നല്ല നീർവാഴ്ച കിട്ടാനും പോഷണം ലഭിക്കാനും വേണ്ടി കമ്പോസ്റ്റിൻ്റെ കൂടെ മണലും കൂടി തുല്യമായിട്ട് മിക്സ് ചെയ്താണ് ഞാൻ ഈ കുഴികളിൽ ഇടുന്നത്. മണൽ ചേർക്കുന്നത് മണ്ണ് മുറുകിപ്പോകാതിരിക്കാനും വെള്ളം കെട്ടി നിൽക്കാതെ ഇരിക്കാനും അതുപോലെ മണ്ണ് ഇളക്കമുള്ളതാകാൻ സഹായിക്കും. അതുപോലെ കമ്പോസ്റ്റ് ചേർക്കുന്നത് ചെടികൾക്ക് വളരാൻ ആവശ്യമായ വളത്തിന് വേണ്ടിയിട്ടാണ്. ഞാനിവിടെ തനിയെ വീഡിയോ എടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഇനി ഈ കുഴികളിലേക്ക് നമ്മൾ നേരത്തെ പാകി കിളിപ്പിച്ച തൈകൾ ശ്രദ്ധയോടെ മാറ്റി നടുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ ഇവയുടെ വളർച്ച നമുക്ക് നിരീക്ഷിക്കാം. ഇനി നമുക്ക് വള്ളിപ്പയർ നടുന്ന രീതി കാണിക്കാം. കുറ്റിപ്പയർ നടുന്ന അതേ രീതിയിൽ തന്നെയാണ് വള്ളിപ്പയറും നടുന്നത്. ആദ്യം ഈ ബക്കറ്റിൽ കരിയിലയും പുല്ലും ഒക്കെ ആയിട്ട് ബക്കറ്റിൻ്റെ 3/4 ഭാഗം മിച്ചം ഇട്ട് കൊടുത്തു. അതിനുശേഷം കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. കുറ്റിപ്പയർ നമ്മൾ മാക്സിമം 10-12 മണിക്കൂർ വേണമെങ്കിലും കുതിർക്കാം. എന്നാൽ വള്ളിപ്പയർ മാക്സിമം 2 മണിക്കൂർ മാത്രമേ വെള്ളത്തിൽ കുതിർക്കാൻ പാടുള്ളൂ. അധിക നേരം വെള്ളത്തിലിരുന്നാൽ വിത്ത് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് 2 മണിക്കൂർ കുതിർത്ത വിത്തുകൾ ഞാനൊരു ടിഷ്യൂ പേപ്പറിൽ വെച്ച് 1 ദിവസം മുളപ്പിച്ചതാണ് നിങ്ങൾ ഈ കാണുന്നത്. വിത്തുകളെല്ലാം മുളച്ച് വന്നിട്ടുണ്ട്. ഇങ്ങനെ മുളപ്പിച്ച ശേഷം നടുന്നത് വിത്തുകൾ വേഗത്തിൽ വളർന്നു തുടങ്ങും. ഇതുപോലെ മുളപ്പിച്ച ഈ വിത്തുകൾ നമുക്ക് നേരിട്ട് മണ്ണിലേക്ക് നട്ടു കൊടുക്കാം, അല്ലെങ്കിൽ തൈകളാക്കിയതിന് ശേഷം മാറ്റി നടാം. ഇനി നിങ്ങൾക്ക് ഇത്രയും സമയം ഇല്ലെങ്കിൽ 2 മണിക്കൂർ കുതിർത്ത വിത്തുകൾ നേരിട്ട് മണ്ണിൽ പാകിയാലും മതി. ഞാനിവിടെ ഒരു പഴയ പെയിൻറ്റ് ബക്കറ്റിൽ 3 വിത്തുകളാണ് നട്ടു കൊടുത്തിരിക്കുന്നത്. ബക്കറ്റിൽ നടുമ്പോൾ വെള്ളം വാർന്നു പോകാൻ അടിയിലോ അല്ലെങ്കിൽ സൈഡിലോ ദ്വാരങ്ങൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. ബാക്കിയുള്ള വിത്തുകൾ ഇതുപോലെ ചെറിയ ചെറിയ പാത്രങ്ങളിലായിട്ടാണ് പാകി കൊടുക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്നത് 5 ദിവസത്തിന് ശേഷം വിത്തുകളെല്ലാം നല്ല ആരോഗ്യവാനായ തൈകളായി വളർന്നു വന്നിട്ടുണ്ട്. ഇനി ഈ തൈകൾ ഓരോന്നായി എടുത്ത് നമുക്ക് മണ്ണിലേക്ക് വെച്ച് കൊടുക്കാം. തൈകൾ നട്ട് കഴിഞ്ഞാൽ ഉടൻ അല്പം വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ കുറ്റിപ്പയറും വള്ളിപ്പയറും ഒക്കെ നട്ട് കഴിഞ്ഞു. ഇപ്പോൾ പയർ നട്ട് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞതാണിത്. ഈ സമയത്ത് ചെടികൾക്ക് വേണ്ടത് ഈർപ്പമാണ്. ഈ സമയത്ത് വളം അധികം ആവശ്യമില്ല.
വിത്ത് മുളച്ച് 2 ആഴ്ചയാകുന്നതുവരെ വിത്തിലെ തന്നെ പോഷകങ്ങൾ ഉപയോഗിച്ചാണ് ചെടി വളരുന്നത്. അതുകൊണ്ട് ഈ സമയത്ത് നനയ്ക്കുമ്പോൾ വെള്ളം കൂടാതെ നോക്കിയാൽ മാത്രം മതി. ഇപ്പോൾ ഈ കാണുന്നത് 2 ആഴ്ച കഴിഞ്ഞതാണിത്. ഈ സമയത്ത് നൈട്രജൻ അടങ്ങിയ വളങ്ങൾ ഒഴിച്ചു കൊടുത്താൽ ചെടിക്ക് കരുത്തുള്ള തണ്ടുകൾ ഉണ്ടാകാനും ഇലകൾക്ക് നല്ല പച്ച നിറം ഉണ്ടാകാനും നല്ലതാണ്. അതിനാവശ്യമായ കിടിലൻ 2 വളങ്ങൾ പറയാം. ആദ്യത്തേത് 1 രൂപ ചെലവില്ലാത്ത വളമാണിത്. അതായത് ശീമക്കൊന്നയുടെ ഇലകൾ മിക്സിയിലിട്ട് അരച്ചെടുത്തതിന് ശേഷം പുളിച്ച കഞ്ഞിവെള്ളത്തിൽ 3 ദിവസം ഇട്ട് വെച്ചതിന് ശേഷം എടുത്ത് 10 ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. കൂടാതെ ഈ ലായനി അരിച്ചെടുത്തതിന് ശേഷം ഇലകളിൽ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ കീടങ്ങളുടെ ശല്യവും ഇല്ലാതാക്കാം. ഇങ്ങനെ ചെയ്യാൻ സമയക്കുറവുള്ളവർക്ക് ചെയ്യാൻ പറ്റിയ മറ്റൊരു വളം കടലപ്പിണ്ണാക്കും ചാണകവും വെള്ളത്തിലിട്ട് 3 ദിവസം പുളിപ്പിക്കുക. അതിനുശേഷം ഇതിൻ്റെ തെളിയെടുത്ത് 10 ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതിലേതെങ്കിലും ഒരു വളം ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. ഇനി പയർ നട്ട് 3 ആഴ്ച കഴിയുമ്പോൾ തൊട്ട് കീടങ്ങളെ ശ്രദ്ധിച്ചു തുടങ്ങണം. ഈ സമയത്താണ് പയർ ചെടിയിൽ പ്രധാനമായിട്ടും വരുന്ന കീടങ്ങൾ മുഞ്ഞയും ഇലപ്പേനും ചാഴിയും ഒക്കെയാണ്. ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് വരുന്നതിന് മുമ്പ് തന്നെ, അതായത് 3 ആഴ്ച കഴിയുമ്പോൾ തൊട്ട് മുൻകരുതലായി ഏതെങ്കിലും ഒരു ജൈവ കീടനാശിനി തളിച്ചു കൊടുക്കണം. പയറിലുള്ള ഏത് തരത്തിൽപ്പെട്ട കീടങ്ങളെയാണെങ്കിലും നശിപ്പിക്കാനുള്ള 2 ജൈവ കീടനാശിനികളുടെ വീഡിയോ ഈ അടുത്തിടയ്ക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കിടിലൻ റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളതാണ്. അത് ആ വീഡിയോയിൽ വ്യക്തമായിട്ട് തെളിവ് സഹിതം കാണിക്കുന്നുമുണ്ട്. ഞാൻ പയർ ചെടിയിൽ 1 രൂപ ചെലവില്ലാതെ ചെയ്തിട്ടുള്ള വളങ്ങളുടെയും കീടനാശിനികളുടെയൊക്കെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അടുത്തത് 4 ആഴ്ചയൊക്കെ ആകുമ്പോൾ, അതായത് പൂവിടുന്നതിന് തൊട്ട് മുമ്പ് ചെയ്യേണ്ട വളം. ഈ സമയത്ത് ഫോസ്ഫറസും പൊട്ടാസ്യവും അടങ്ങിയ വളമാണ് ആവശ്യം. അതിനു വേണ്ടിയിട്ട് 1 രൂപ ചെലവില്ലാതെ തന്നെ ഈ ഒരു വളം വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അതിനായിട്ട് വീട്ടിൽ മീനും ഇറച്ചിയൊക്കെ കഴുകിയ വെള്ളം കളയാതെ ഫെർമെൻറ്റ് ചെയ്ത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ പുളിപ്പിച്ച് ഒഴിക്കുമ്പോൾ എലിയുടെയും പൂച്ചയുടെയും ശല്യം ഉണ്ടാവില്ല. മാത്രമല്ല ഇങ്ങനെ ഫെർമെൻറ്റ് ചെയ്ത് ഒഴിക്കുമ്പോൾ വളത്തിൻ്റെ വീര്യം കൂടുകയും ചെടികൾക്ക് വേഗത്തിൽ ആഗിരണം ചെയ്യാൻ പറ്റുന്ന മികച്ചൊരു വളമായി ഇത് മാറുകയും ചെയ്യും. ഈ ഒരു വളം തയ്യാറാക്കുന്ന വീഡിയോ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഈ സമയത്ത് ഈ വളം ഒഴിച്ചു കൊടുത്താൽ പൂക്കൾ ധാരാളം ഉണ്ടാകാനും ഉണ്ടായ പൂക്കൾ കൊഴിഞ്ഞു പോകാതെ ഇരിക്കാനും ഈ സ്പെഷ്യൽ വളം നല്ലതാണ്. ഈ ഒരു വളം ഉണ്ടാക്കി ഒഴിക്കാൻ മടിയുള്ളവർക്ക് ഫിഷ് അമിനോ ആസിഡ് 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി 5-ാം ആഴ്ച തുടങ്ങുമ്പോൾ ചെയ്യേണ്ടത്, അതായത് പൂവിട്ട് തുടങ്ങുമ്പോൾ അല്പം ചാരം ചെടിയുടെ ചുവട്ടിൽ വിതറി കൊടുക്കുന്നത് നല്ലതാണ്. ചാരത്തിൽ ധാരാളം പൊട്ടാസ്യം കണ്ടൻ്റ് ഉണ്ട്. ഇത് ചേർക്കുന്നത് മൂലം പയറിന് നല്ല ദൃഢതയും രുചിയും നൽകാൻ സഹായിക്കും. ഈ ഒരു സമയത്ത് പയറിൽ ഇലപ്പൻ വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് പുളിച്ച കഞ്ഞിവെള്ളം നേർപ്പിച്ച് ഇലകളിൽ തളിക്കുന്നത് ഇതിന് നല്ലതാണ്. പയർ നട്ട് 6-ാമത്തെ ആഴ്ചയാകുമ്പോൾ വിളവെടുപ്പിന് സമയമാകും. പയർ അധികം മൂക്കുന്നതിന് മുമ്പ് തന്നെ പറിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. പയർ ചെടിയിൽ ഇരിക്കും തോറും ചെടിയുടെ ആയുസ് കുറയും. ഇനി വിത്തിന് വേണ്ടിയാണെങ്കിൽ നല്ല കരുത്തുള്ള 2 പയർ പറിക്കാതെ നിർത്തി ചെടിയിൽ തന്നെ ഉണക്കിയെടുക്കണം. അത് പിന്നീട് മഞ്ഞൾപ്പൊടിയോ ചാരമോ ചേർത്ത് കുപ്പിയിൽ അടച്ച് സൂക്ഷിച്ച് വെച്ചാൽ അടുത്ത തവണയും നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ ഡെയിലി നമുക്ക് പയർ പറിച്ചെടുക്കാൻ കിട്ടും. ഇങ്ങനെ തുടർച്ചയായി വിളവെടുക്കുകയാണെങ്കിൽ പുതിയ പൂക്കൾ ഉണ്ടാകാൻ ചെടിയെ സഹായിക്കും. അതായത് കൃത്യസമയത്ത് നമ്മൾ പയർ പറിച്ചെടുക്കുകയാണെങ്കിൽ കൂടുതൽ പൂക്കൾ ചെടികളിൽ ഉണ്ടാവുകയും വിളവ് നമുക്ക് കൂടുതൽ ലഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, 6 ആഴ്ചയ്ക്ക് ശേഷം പയർ ചെടി പൂവിട്ട് കായ്കൾ പിടിക്കുന്ന ഘട്ടം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സമയത്ത് നൈട്രജനേക്കാൾ കൂടുതൽ വേണ്ടത് പൊട്ടാസ്യം, ഫോസ്ഫറസ് എന്നിവ അടങ്ങിയ വളങ്ങളാണ് ചെടിക്ക് ആവശ്യം. കാരണം പൂവിട്ട ശേഷം നൈട്രജൻ അടങ്ങിയ വളങ്ങൾ, അതായത് പച്ചച്ചാണകമൊക്കെ നേരിട്ട് അധികം കൊടുക്കരുത്. കാരണം അത് ചെടി തഴച്ചു വളരാൻ കാരണമാകുമെങ്കിലും കായ്ഫലം കുറയ്ക്കും. ഇനി 7-ാമത്തെ ആഴ്ച മുതൽ നൽകേണ്ട വളം പൂക്കൾ കൊഴിയാതിരിക്കാനും കൂടുതൽ പൂക്കൾ വരാനുമുള്ള വളമാണ് ഈ ഘട്ടത്തിൽ നൽകേണ്ടത്. അതിനായിട്ട് ആദ്യം പറഞ്ഞ പോലെ മീനും ഇറച്ചിയൊക്കെ കഴുകി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിൽ ഫോസ്ഫറസ് ധാരാളം ഉള്ളതുകൊണ്ട് പൂക്കൾ കരുത്തോടെ നിൽക്കും. ഇത് വൈകുന്നേരങ്ങളിൽ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി. 8-ാമത്തെ ആഴ്ച മുതൽ കൊടുക്കേണ്ടത് പയറുകൾക്ക് നല്ല നീളവും വണ്ണവും കിട്ടാൻ പൊട്ടാസ്യം വേണം. അതിനായിട്ട് അല്പം ചാരം ചെടിയുടെ ചുവട്ടിൽ വിതറി മണ്ണുമായിട്ട് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ചാരം കിട്ടാൻ മാർഗമില്ലെങ്കിൽ പഴത്തൊലി വെള്ളത്തിലോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിലോ 2 ദിവസം ഇട്ട് വെച്ചതിന് ശേഷം ആ വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി.
ഇങ്ങനെ ചെയ്താൽ പയറിന് നല്ല രുചിയും തൂക്കവും കിട്ടും. ഇനി 9ാമത്തെ ആഴ്ചയിൽ ചെയ്യേണ്ടത്, തുടർച്ചയായി നമ്മൾ വിളവെടുപ്പ് നടക്കുമ്പോൾ ചെടി തളരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബൂസ്റ്റർ നൽകണം. അതായത് കടലപ്പിണ്ണാക്ക് വെള്ളത്തിലിട്ട് പുളിപ്പിച്ചത് 10 ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് മാത്രം ഒഴിക്കുക. കടലപ്പിണ്ണാക്ക് ലായനി തയ്യാറാക്കുന്ന രീതി കാണിക്കാം. ഒരു പാത്രത്തിലേക്ക് 1 കിലോ കടലപ്പിണ്ണാക്ക് ഇട്ട് കൊടുത്തു. ഇതിലേക്ക് ഒരു 100 ഗ്രാം മുതൽ 200 ഗ്രാം വരെ വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കാം. വേപ്പിൻ പിണ്ണാക്ക് നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇതിലേക്ക് 5 ലിറ്റർ കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ നോർമൽ പച്ചവെള്ളമോ ഒഴിച്ചു കൊടുക്കാം. കഞ്ഞിവെള്ളമാണ് ഒഴിക്കുന്നതെങ്കിൽ വളത്തിന് കുറച്ചുകൂടി വീര്യം കൂടും. അതിനുശേഷം നന്നായി ഇളക്കിയതിന് ശേഷം 3 ദിവസം മൂടി വെക്കണം. ദിവസത്തിലൊരിക്കൽ തുറന്ന് ഇളക്കി കൊടുക്കുന്നത് ഇതിന് നല്ല വായുസഞ്ചാരം കിട്ടാനും ഫെർമെൻറ്റേഷൻ നല്ല സ്മൂത്ത് ആകാനും സഹായിക്കും. അതിനുശേഷം 4ാമത്തെ ദിവസം മുതൽ ആവശ്യത്തിനെടുത്ത് നന്നായി നേർപ്പിച്ച് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതായത് കടലപ്പിണ്ണാക്ക് നോർമൽ പച്ചവെള്ളത്തിലാണ് ഫെർമെൻറ്റേഷൻ ചെയ്യാൻ വെച്ചിരിക്കുന്നതെങ്കിൽ ഇതിൽ നിന്ന് 1 ലിറ്റർ ലായനിയാണ് എടുക്കുന്നതെങ്കിൽ 10 ലിറ്റർ വെള്ളം ചേർത്താൽ മതിയാകും. എന്നാൽ കഞ്ഞിവെള്ളത്തിലാണ് നമ്മളിത് ഫെർമെൻറ്റേഷൻ നടത്തിയിരിക്കുന്നതെങ്കിൽ 1 ലിറ്റർ ലായനിക്ക് 15 മുതൽ 20 ലിറ്റർ വരെ വെള്ളം ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം മാത്രമേ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവൂ. അത്രയും വീര്യമുള്ള വളമാണിത്. പയർ ചെടിയിൽ പൂവിട്ട് തുടങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ പറയാം. 1ാമത്തെ കാര്യം നന. എപ്പോഴും ഈർപ്പമുണ്ടായിരിക്കണം. വെള്ളം കുറഞ്ഞാൽ പൂക്കൾ കൊഴിഞ്ഞു പോകും. എന്നാൽ വെള്ളം കെട്ടിക്കിടക്കാനും പാടില്ല. 2ാമത്തെ കാര്യം കീടനിയന്ത്രണം. കായ്കൾ ഉണ്ടാകുമ്പോൾ ചാഴികൾ വരാൻ സാധ്യതയുണ്ട്. ഇത് തടയാൻ വൈകുന്നേരങ്ങളിൽ ആഴ്ചയിൽ ഒരിക്കൽ വേപ്പെണ്ണ മിശ്രിതം സ്പ്രേ ചെയ്യണം. 3ാമത്തെ കാര്യം വിളവെടുപ്പ്. പയർ അധികം മൂക്കാൻ സമ്മതിക്കരുത്. ഓരോ 2 ദിവസം കൂടുമ്പോഴും പാകമായ പയർ പറിച്ചെടുക്കുന്നത് ചെടിയിൽ പുതിയ പൂക്കൾ പെട്ടെന്നുണ്ടാകാൻ കാരണമാകും. എൻ്റെ ഈ കുറ്റിപ്പയറിൻ്റെ പ്രത്യേകത കണ്ടോ? ഇത് കുറ്റിപ്പയർ ആണെങ്കിലും 5-6 അടി ഉയരത്തിൽ വളരും. സാധാരണ കുറ്റിപ്പയർ തറയിൽ പടർന്നു കിടക്കാറാണ് പതിവ്. പക്ഷേ ഇങ്ങനെ ഉയരത്തിൽ പോകുമ്പോൾ പയർ നിലത്ത് തൊട്ട് ചീഞ്ഞു പോകില്ല. ഞാൻ ഇതിനെ ചെറിയ കമ്പിയോ കോലോ നൽകി മുകളിലേക്ക് പടർത്താറാണ് പതിവ്. വള്ളികൾ അമിതമായി പോകുന്നുണ്ടെങ്കിൽ തലപ്പുകളൊന്ന് നുള്ളിക്കൊടുത്താൽ കൂടുതൽ ശാഖകൾ വരികയും ധാരാളം പയർ ഉണ്ടാവുകയും ചെയ്യും. ഈ ഒരു ഇനം പയർ ചെടിയിൽ നിന്ന് വിളവെടുക്കാൻ തുടങ്ങിയിട്ട് 4 മാസം കഴിഞ്ഞിട്ടും നല്ല രീതിയിൽ തന്നെ ഇപ്പോഴും വിളവ് കിട്ടുന്നുണ്ട്. ഈ ഒരു പയർ അർദ്ധവള്ളി പയർ ഇനത്തിൽപ്പെട്ടതാണ്. വള്ളിപ്പയറിനെ പോലെ പന്തൽ വേണ്ട, എന്നാൽ കുറ്റിപ്പയറിനേക്കാൾ കൂടുതൽ വിളവ് തരും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അതായത് സ്ഥലപരിമിതി ഉള്ളവർക്ക് കുറ്റിപ്പയറിനേക്കാൾ ലാഭകരമായി ഇത് വളർത്താം. കാരണം കുറഞ്ഞ സ്ഥലത്ത് നിന്ന് കൂടുതൽ വിളവ് ഇതിൽ നൽകും. ഇനി പയർ ചെടിയിൽ വരാൻ സാധ്യതയുള്ള കീടങ്ങൾ പ്രധാനമായും മുഞ്ഞ, ചാഴി, ഇലപ്പൻ, വെള്ളിച്ച, കായ്തുരപ്പൻ പുഴു ഇവയൊക്കെയാണ്. പയർ കൃഷിയിലെ പ്രധാന വില്ലനാണ് ചാഴിയുടെ ആക്രമണം. ഇത് കായകളിൽ നീര് കുടിച്ച് വറ്റിക്കുന്നത് മൂലം പയർ ഉണങ്ങി ശോഷിച്ച് ഇതുപോലെ കാണപ്പെടും. ഇവയുടെ ആക്രമണം വരാതിരിക്കാനായിട്ട് ആഴ്ചയിൽ ഒരിക്കൽ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം സ്പ്രേ ചെയ്യണം. പൂവിട്ട് തുടങ്ങുന്ന സമയം മുതൽ ഇത് ചെയ്താൽ ചാഴിയുടെ ശല്യം ഒരു പരിധി വരെ തടയാം. സ്പ്രേ ചെയ്യുമ്പോൾ ഇലയുടെ അടിഭാഗത്തും കായകളിലും നന്നായി നനയുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഇനി നിങ്ങളുടെ ചെടിയിൽ ചാഴികൾ കണ്ടു തുടങ്ങിയാൽ ആഴ്ചയിൽ ഒരിക്കൽ എന്നത് മാറ്റി 3 ദിവസത്തിലൊരിക്കൽ സ്പ്രേ ചെയ്യണം. അതായത് 1 ലിറ്റർ വെള്ളത്തിൽ 10 മില്ലി വേപ്പെണ്ണയും 20 ഗ്രാം വെളുത്തുള്ളിയും 5 മില്ലി ലിക്വിഡ് സോപ്പും മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ആരോഗ്യത്തോടെ വളരുന്ന പയർ ചെടിയെക്കുറിച്ചാണല്ലോ സംസാരിച്ചത്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പയർ ചെടി ഒന്ന് ശ്രദ്ധിക്കൂ. ഇതിന് യാതൊരു ആരോഗ്യവുമില്ല. ഇലകളെല്ലാം ചുരുണ്ടാണ് ഇരിക്കുന്നത്. പോരാത്തതിന് ഇലകൾ ഉണങ്ങി പൊഴിഞ്ഞു പോകുന്നുമുണ്ട്. പുറമേ നോക്കുമ്പോൾ ഇതൊരു ഇലചുരുട്ടൽ രോഗമായി തോന്നാം. എന്നാൽ ഇതിൻ്റെ യഥാർത്ഥ കാരണം മണ്ണിലാണ്. ഇതൊരു ഫംഗസ് ബാധയാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ നമുക്ക് ഈ ചെടി ഒന്ന് പറിച്ചു നോക്കാം. ഇത് കണ്ടോ? ഈ ചെടിയുടെ ചുവട്ടിലും വേരുകളിലും മുഴുവനും വെളുത്ത നിറത്തിലുള്ള പൊടികൾ പിടിച്ചിരിക്കുന്നത് കണ്ടോ? ഇതാണ് നമ്മുടെ ചെടിയെ നശിപ്പിക്കുന്ന ആ ഫംഗസ്. ഈ ഫംഗസ് വേരുകളെ പൊതിഞ്ഞിരിക്കുന്നത് കാരണം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളവും വളവും വലിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും. അങ്ങനെയാണ് പതുക്കെ ചെടി വാടി ഉണങ്ങിപ്പോകുന്നത്. ഇങ്ങനെ ഒരു അവസ്ഥ കണ്ടാൽ നമ്മൾ ഉടനെ തന്നെ പ്രതിവിധി ചെയ്യണം. അല്ലെങ്കിൽ അടുത്തുള്ള നല്ല ചെടികളിലേക്ക് കൂടി പടരാൻ സാധ്യതയുണ്ട്. മണ്ണിൽ അമിതമായി ഈർപ്പം നിലനിൽക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ മണ്ണിലെ ദോഷകാരികളായ ഫംഗസുകൾ മൂലമോ ആണ് ഇത് സംഭവിക്കുന്നത്. ഇത് മറ്റ് ചെടികളിലേക്ക് പടരാതിരിക്കാൻ വേഗം തന്നെ ചെടി ഉൾപ്പെടെ മണ്ണോടുകൂടി നീക്കം ചെയ്യണം. എന്നിട്ട് ആ ഭാഗത്ത് അല്പം കുമ്മായം വിതറുന്നത് മണ്ണിലെ അസുഖം മാറാൻ സഹായിക്കും.
എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മണ്ണ് കുമ്മായമൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്തതിന് ശേഷം കൃഷി ചെയ്യുകയാണെങ്കിൽ ഇത്തരം ഫംഗസ് ബാധകൾ വരാതിരിക്കാൻ സഹായിക്കും. അപ്പോൾ കൂട്ടുകാരെ, പയർ നടുന്ന രീതി മുതൽ വളപ്രയോഗവും കീടങ്ങളെയും ഫംഗസിനെയും ഒക്കെ എങ്ങനെ തുരത്താം എന്ന് നമ്മൾ വിശദമായിട്ട് കണ്ടു കഴിഞ്ഞു. എന്നാൽ നമ്മുടെ തോട്ടത്തിൽ കീടങ്ങളെ നശിപ്പിക്കാൻ ജൈവ കീടനാശിനിക്കൊപ്പം മറ്റൊരു സഹായി കൂടി നമുക്കുണ്ട്. അതാണ് പക്ഷികൾ. നമ്മുടെ പറമ്പിൽ പക്ഷികൾ വരുന്നത് തോട്ടത്തിലെ പുഴുക്കളെയും പ്രാണികളെയും ഇല്ലാതാക്കാൻ ഒരു പരിധിവരെ സഹായിക്കും. അവർക്ക് വിശ്രമിക്കാനും ദാഹം അകറ്റാനും ഒരു ഇടം ഒരുക്കി കൊടുത്താൽ അവർ എന്നും നമ്മുടെ തോട്ടത്തിലെത്തും. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ പയർ തോട്ടത്തിൻ്റെ അരികിലായി ഞാനൊരു പക്ഷിവീടം ഒരുക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അത് എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് എന്താണ് പക്ഷിവീടം എന്ന് നോക്കാം. പയർ കൃഷിയിലെ വില്ലന്മാരായ പുഴുക്കളെയും ചാഴികളെയും പിടിച്ചു തിന്നാനായിട്ട് പയർ ചെടികൾക്കിടയിൽ പക്ഷികൾക്ക് വന്നിരിക്കാൻ പാകത്തിന് മരക്കൊമ്പുകൾ കൊണ്ട് ഉണ്ടാക്കുന്ന ഇരിപ്പിടമാണ് പക്ഷിവീടം. ഈ ഒരു പക്ഷിവീടം ഞാൻ ടി ഷേപ്പിൽ ഉണ്ടാക്കുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. പക്ഷികൾക്ക് കാലുകൾ കൊണ്ട് മുറുകെ പിടിച്ചിരുന്ന് താഴെയുള്ള പുഴുക്കളെ വ്യക്തമായി നിരീക്ഷിക്കാൻ ഏറ്റവും സൗകര്യപ്രദമായ രൂപമാണിത്. സാധാരണ മരച്ചില്ലകളേക്കാൾ കൂടുതൽ ബാലൻസ് പക്ഷികൾക്ക് ഇതിൽ കിട്ടും. ഇത് ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല. നമ്മുടെ പറമ്പിലെ മരക്കൊമ്പുകൾ തന്നെ മതി. ഏകദേശം 5-6 അടി ഉയരമുള്ള ഒരു നീളൻ കമ്പ് എടുക്കുക. അതിൻ്റെ മുകളിൽ ഏകദേശം 1 അടി നീളമുള്ള മറ്റൊരു കമ്പ് വെച്ച് ആണി അടിച്ചോ അല്ലെങ്കിൽ ചരട് ഉപയോഗിച്ച് കെട്ടിയോ ടി ഷേപ്പിൽ ഉറപ്പിച്ച് നിർത്തുക. പയർ വളർന്നു നിൽക്കുന്നതിനേക്കാൾ അല്പം കൂടി ഉയരത്തിൽ ഈ പീഠം നിൽക്കണം. എങ്കിലേ പക്ഷികൾക്ക് താഴെയുള്ള പുഴുക്കളെ വേഗത്തിൽ കാണാൻ പറ്റൂ. എൻ്റെ കൈക്ക് ചെറിയൊരു വേദന ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഹസ്ബൻഡാണ് എനിക്ക് വേണ്ടി ഈ പക്ഷിപീഠം നിർമ്മിച്ചു തന്നത്. നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയ പക്ഷിപീഠത്തിൽ പക്ഷികൾ വേഗത്തിൽ വരാൻ വേണ്ടിയിട്ട് ഒരു കൊച്ചു വിദ്യ കൂടി ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിലെ ചിരട്ടകൾ കൊണ്ട് തയ്യാറാക്കിയ ഒരു ഫീഡറാണ്. ചിരട്ട കൊണ്ടുള്ള പക്ഷി ഫീഡർ നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ആദ്യം 2 ചിരട്ടകളുടെയും മുകൾ വശത്തായി ഇതുപോലെ 3 വീതം ദ്വാരങ്ങൾ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒരേ നീളമുള്ള 3 കയറുകൾ എടുക്കുക. ഈ ഓരോ കയറിൻ്റെയും അറ്റത്ത് ഓരോ ചെറിയ കെട്ടുകൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചിരട്ടയുടെ ഉള്ളിലൂടെ ഈ 3 കയറുകളും ഓരോ സുഷിരത്തിലൂടെയും കോർത്തെടുക്കണം. ആ കെട്ടുകൾ ഉള്ളിലുള്ളത് കൊണ്ട് കയർ പുറത്തേക്ക് ഊരിപ്പോരില്ല. അതിനുശേഷം ഈ 3 വള്ളികളുടെയും നടുഭാഗത്തായി ഓരോ കെട്ടുകൾ കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ 2ാമത്തെ ചിരട്ട ഇറക്കി വെക്കണം. നടുവിൽ നമ്മൾ ഇട്ട ആ കെട്ടുകൾ ഉള്ളതുകൊണ്ട് 2ാമത്തെ ചിരട്ടയും അവിടെ ഉറച്ചു നിൽക്കും. ഇപ്പോൾ മുകളിലും താഴെയുമായി 2 തട്ടുകൾ കിട്ടി. ഇനി ഈ 3 വള്ളികളും കൂടി മുകളിൽ ഒരുമിച്ച് ചേർത്ത് ഒരു വലിയ കെട്ടിടാം. ഇത് നമുക്ക് പക്ഷിപീഠത്തിലെ മരക്കൊമ്പിൽ തൂക്കിയിടാം. താഴത്തെ ചിരട്ടയിൽ പക്ഷികൾക്ക് കുടിക്കാൻ വെള്ളവും മുകളിലത്തെ ചിരട്ടയിൽ അവർക്ക് കഴിക്കാൻ ധാന്യങ്ങളും വെച്ച് കൊടുക്കാം. കാണാനും നല്ല ഭംഗിയുണ്ട്. പക്ഷികൾക്ക് വലിയ ഉപകാരവുമാണ്. ഭക്ഷണം തേടിയും വെള്ളം കുടിക്കാനും എത്തുന്ന പക്ഷികൾ സ്വാഭാവികമായും ഈ പീഠത്തിൽ വന്നിരിക്കും. അവിടെ ഇരിക്കുമ്പോൾ അവർക്ക് നമ്മുടെ പയറിലെ പുഴുക്കളെയും പ്രാണികളെയും എളുപ്പത്തിൽ കാണാൻ പറ്റും. ഇനി നമ്മുടെ ഈ ഫ്രഷ് കുറ്റിപ്പയർ വെച്ച് നല്ലൊരു മെഴുക്കുപുരട്ടി കൂടി ഉണ്ടാക്കാം. ഇത് ഞങ്ങളുടെ പാലാ കോട്ടയം സൈഡിലെ ഒരു സ്പെഷ്യൽ മെഴുക്കുപുരട്ടിയാണിത്. ആദ്യം നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ചെടുത്ത ഫ്രഷ് കുറ്റിപ്പയർ കഴുകി വൃത്തിയാക്കി ചെറുതായി അരിഞ്ഞെടുക്കാം. നമ്മൾ പറിച്ചെടുത്തതിൽ അത്യാവശ്യം മൂത്ത പയറുകൾ ഉണ്ടെങ്കിൽ അത് കളയണ്ട. ആ മൂത്ത പയറുകളെല്ലാം പൊളിച്ച് അതിൻ്റെ മണികൾ മാത്രം നമുക്ക് എടുക്കാം. ഈ മണികൾ മെഴുക്കുപുരട്ടിയിൽ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. മൂത്ത പയറിൻ്റെ മണികൾ എടുത്തതിന് ശേഷം അധികം മൂക്കാത്ത ഇളം പയറുകൾ ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുക്കാം. മണികളും ചെറുതായി അരിഞ്ഞ ഇളം പയറും കൂടി ചേരുമ്പോഴാണ് നമ്മുടെ നാടൻ മെഴുക്കുപുരട്ടി അതിൻ്റെ ശരിക്കുള്ള രുചിയിൽ കിട്ടുന്നത്. ഇനി ഈ മെഴുക്കുപുരട്ടിക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചെറിയുള്ളി 10-12 എണ്ണം, വെളുത്തുള്ളി 6 അല്ലി, വറ്റൽമുളക് ഒരു 7-8 എണ്ണം, ഇവ നമുക്കൊന്ന് ചതച്ചെടുക്കാം. പാലാ സ്റ്റൈൽ മെഴുക്കുപുരട്ടിയുടെ രുചിയുടെ രഹസ്യം ഈ ചതച്ചെടുത്ത കൂട്ടാണ്. ഇനി മൺചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ ചതച്ച് വെച്ച കൂട്ടും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റുക. ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിളക്കുക. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറ്റിപ്പയറും മണികളും പാകത്തിന് ഉപ്പും കൂടി ചേർത്തിളക്കുക. ഒട്ടും വെള്ളം ചേർക്കാതെ മൂടി വെച്ച് ഏറ്റവും കുറഞ്ഞ തീയിൽ വേവിച്ചെടുക്കാം. കുറ്റിപ്പയർ വേവിക്കുമ്പോൾ വെള്ളം ഒഴിക്കരുത്. ആ ആവിയിൽ തന്നെ വേവുന്നതാണ് ഇതിൻ്റെ യഥാർത്ഥ രുചി. പയർ വെന്ത് കഴിഞ്ഞാൽ മൂടി തുറന്നു വെച്ച് അല്പം നേരം കൂടി വെളിച്ചെണ്ണയിലൊന്ന് മൊരിച്ചെടുത്താൽ നമ്മുടെ സ്വാദിഷ്ടമായ നാടൻ കുറ്റിപ്പയർ മെഴുക്കുപുരട്ടി റെഡിയാകും. അപ്പോൾ കൂട്ടുകാരെ, പയർ നടുന്ന രീതി മുതൽ വളപ്രയോഗങ്ങളും കീടങ്ങളെ തുരത്താനുള്ള വഴികളും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. കൃഷിക്കൊപ്പം തന്നെ പ്രകൃതിയെയും പക്ഷികളെയും സ്നേഹിക്കാൻ നമുക്ക് ശീലിക്കാം.
എൻ്റെ ഈ ഒരു പയർ കൃഷി വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.